നടന്നോ? കയറിപ്പോ, നടന്നു കയറിപ്പോ. ഈ മൊത്തം ലൈറ്റ് കണ്ട് കോട്ടയം ജില്ലയിൽ മൊത്തം കത്തിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തിൽ പോയായിരുന്നേ. ഞങ്ങൾ ചെന്ന ദിവസം കുറച്ച് തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ട്രിപ്പ് അടിക്കുന്ന വണ്ടി ഒന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ ഒരു 800 മീറ്റർ അങ്ങോട്ട് നടന്നു. പോയ വഴി രസം ഉണ്ടായിരുന്നു. ചില ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് നാട്ടിൻപുറം പോലെ തന്നെ തോന്നും. നമ്മൾ ചെന്ന് 4-5 ദിവസത്തിനുള്ളിൽ അവിടെ ഉത്സവം തുടങ്ങുമായിരുന്നു. അതുകൊണ്ട് ചേട്ടന്മാരൊക്കെ ധൃതി വെച്ച് വഴി മൊത്തം അലങ്കരിക്കുമായിരുന്നു. എനിക്ക് എപ്പോഴും ട്രിവാൻഡ്രം ചെല്ലുമ്പം ഒരു കൗതുകം തോന്നുന്ന കാര്യമാണ് ഇവിടുത്തെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ്. എന്ത് ലൈറ്റ്സാ! ഇത്രയൊന്നും ഞാൻ കോട്ടയത്ത് കണ്ടിട്ടില്ല. ഇനി ഞാൻ കാണാത്തോണ്ടാണോ എന്നും അറിയില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ട്രിവാൻഡ്രംകാരിയായിരുന്നു. അപ്പൊ അവൾ എന്റെ നോട്ടം കണ്ടിട്ട് പറഞ്ഞു, ഇതൊക്കെ എന്ത്. വൈകിട്ട് എനിക്ക് ഇതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അങ്ങനെ ഞങ്ങള് അമ്പലം അടുക്കാറായി. ഒട്ടും പ്ലാനിങ് ഇല്ലാതെ വന്ന കേട്ടോ. ശിവഗിരി വന്നായിരുന്നു ഞങ്ങള്. സമയം കിട്ടിയോണ്ട് ആഴിമല ക്ഷേത്രത്തോടെ തൊഴാന്ന് വെച്ചു. ഞാനൊരു ശിവഭക്തയാണ് കേട്ടോ. അപ്പൊ എനിക്ക് പലപ്പോഴും ഇവിടെ വരണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്, നടന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നടക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അതായിരുന്നു അമ്പലം അടുക്കും തോറും എനിക്ക്. അങ്ങനെ ക്ഷേത്രത്തിലെത്തി. ഒരു തമിഴ് ടച്ചില്ലേ, ഭയങ്കര കളർഫുള്ള്, കുറേ ആർക്കിടെക്ചറൽ വർക്ക്സ്. ഇതാണ് മെയിൻ എൻട്രൻസ്. ആ സമയത്ത് അതുവഴി നമ്മളെ തൊഴാൻ കയറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ശിവപ്രതിമയുടെ അടുത്തെത്തി. ഇത് കാണുമ്പോൾ ഉള്ള ഒരു ഫീലിങ് ഭയങ്കര ഡിവൈൻ ഫീലിംഗ് കേട്ടോ. ഭഗവാൻ ഇങ്ങനെ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നും. ഈ സെയിം ഫീലിങ്ങിന്റെ കൂടെ എനിക്കൊരു ചെറിയ പേടിയും കൂടെ തോന്നി. അതെന്താന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കൂടുതലായിട്ടും ടൂറിസ്റ്റുകളാണ് വരുന്നത് ശിവപ്രതിമ കാണാൻ വേണ്ടി. കാരണം ഇത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണല്ലോ. 58 അടിയാണ് ഈ ശിവപ്രതിമയുടെ ഉയരം. അടുത്ത് തന്നെയാണ് ക്ഷേത്രവും. ശിവപാർവതിയുടെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളാണ്. വൈകുന്നേരം 5 മണി തൊട്ട് നമുക്ക് അവിടെ തൊഴാൻ പറ്റും. ഞങ്ങൾ ചെന്നത് കുറച്ച് നേരത്തെ ആയിപ്പോയി, അതുകൊണ്ട് നമുക്ക് തൊഴാൻ പറ്റിയില്ല. ശിവപ്രതിമയുടെ അടുത്ത് തന്നെയായിരുന്നു സോമതീരം ബീച്ച്. കുറച്ച് ടെററാട്ടോ, അതുകൊണ്ട് അധികം ആളുകളെ ഒന്നും അങ്ങോട്ട് ഇറക്കുന്നില്ലായിരുന്നു. കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ നോക്കി അറിയാം, ഒരു പരിധി വരെ ഇറക്കുന്നുള്ളൂ. താഴെ തന്നെ പാർക്കിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോമതീരം ബീച്ചും ഇതിനടുത്തുള്ള ശിവപ്രതിമയൊക്കെ നമ്മൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെ കേട്ടോ. ട്രിവാൻഡ്രത്ത് വന്നാൽ നിങ്ങൾ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. ഞാൻ അങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ആള് കൂടുതലായതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്ര രീതിയിൽ ശരിയായില്ല, എങ്കിലും ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ അതൊക്കെ എടുത്തു വെച്ചു. നമ്മൾ അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് തോന്നും കേട്ടോ. ആ ഒരു ചുറ്റുപാടും ഒക്കെ നമുക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല. എങ്കിലും നമ്മൾ കുറെ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. നേരെ നമ്മൾ ശംഖുമുഖം ബീച്ചിലോട്ടായിരുന്നു പോയത്. അവിടെയുള്ള 2 പ്രത്യേകതകൾ ഇത്: ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഹെലികോപ്റ്ററും മത്സ്യക്കണിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് സൂര്യ. പിന്നെ ഈ ഒരു കുഞ്ഞ് നമ്മുടെ ഒരു ചേട്ടന്റെ ഒരു കുഞ്ഞാണ്. അവൾ ഈ ദിവസം ഫുൾ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അവളുടെ പ്രായത്തിലുള്ള പിള്ളേരുടെ ഒന്നും പോയില്ല. നേരെ നമ്മൾ ബീച്ചിലോട്ട് ഇറങ്ങി. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നേ, അധികം ചൂടൊന്നും ഇല്ലായിരുന്നു. ഒത്തിരി ഫാമിലീസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ ഫസ്റ്റ് ബീച്ച് കണ്ടപ്പോൾ എന്താ തോന്നി? എനിക്ക് ആദ്യം ബീച്ച് കണ്ടപ്പം തല ചുറ്റുന്ന പോലെ തോന്നി. പിന്നീട് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ കുറെ നേരമൊക്കെ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ട്രിവാൻഡ്രത്ത് എപ്പോഴും വരുമ്പം ഓരോരോ പുതിയ കാഴ്ചകൾ ഉണ്ടായിരിക്കും. ഈ തവണ വന്നിട്ട് ഒരു കാര്യം മാത്രമേ നടക്കാഞ്ഞുള്ളൂ, അമ്പലത്തിൽ തൊഴാൻ പറ്റാഞ്ഞ്. അത് അടുത്ത തവണ ആകാം.